ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന, അഥവാ ഗെയിം കളിച്ചുകൊണ്ട് ഡെയിലി ഒരു അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിഡ്രോവൽ സെഷൻ ആണ് ഞാനൊന്നും ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിവിടെ ചെറിയ എമൗണ്ട് മുതൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എത്രയാണോ ക്യാഷ് ഏൺ ചെയ്തത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എൻ്റെ വാലറ്റിലെ എമൗണ്ട് ഏകദേശം 20 രൂപയാണ്. ഈ 20 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വിഡ്രോവൽ അത്രയും സേഫായിട്ട് നമുക്കൊരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വിഡ്രോവലാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ബാങ്കിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രൂപമാണ് നമുക്ക് UPIയിലേക്ക്. ഞാനിവിടെ UPIയിലേക്കാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ 20 റുപ്പീസ് ഞാനിവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. 20 റുപ്പീസ് ഞാൻ ടാപ്പ് ചെയ്ത് ഞാനിത് എൻ്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടാപ്പ് ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ അടിയിൽ വിഡ്രോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള 20 ഡെയിലി ലിമിറ്റ് 500 നമുക്ക് ഇവിടെ ഡിഡക്ഷൻ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു. 20 വിൽ ബി ഡിഡക്ട് ഫ്രം യുവർ ലൈല വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കൊടുത്ത് യുവർ എമൗണ്ട് വിൽ റീച്ച് യുവർ അക്കൗണ്ട് വിത്തിൻ 20 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. 20 മിനിറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എമൗണ്ട് ഇപ്പം തന്നെ കയറിയിട്ടുണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്യാം. മുകളിൽ നിന്ന് ഞാൻ ഇത് വലിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ എമൗണ്ട് ഇതൊക്കെ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബോണസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബോണസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അത് കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനും അതോടൊപ്പം തന്നെ ചെറിയ എമൗണ്ട് അച്ചീവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റിസ്ക്കുള്ള കുറച്ച് ഗെയിമാണ്. നല്ല പോലെ കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവർ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഒരുപാട് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ്, അഥവാ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന, അഥവാ ഡെയിലി ലക്ഷങ്ങൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവരുടെ റിവ്യൂ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാമിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. ടെലഗ്രാമിൽ ഫസ്റ്റ് തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ടാപ്പ് ചെയ്യാം. ഇതുപോലെ ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഇവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും. ഇന്ത്യയിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടാണ് ഡൗൺലോഡ് അഗെയിൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. സ്റ്റെപ്പ് 2ൽ വരുന്നത് നമ്മൾ ആപ്പ് പെർമിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഗെയിമും ഇതേപോലെ ഓപ്പൺ ആക്കി വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഇവിടെ വാലറ്റ് ഉണ്ട്, ഹോം പേജ് ഉണ്ട്, വാലറ്റ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ സെറ്റിങ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹോം പേജിലുള്ള ഒരു പ്ലേ ഗെയിമാണ് കാണിക്കാനായിട്ട് പോകുന്നത്. 2 ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഷെറ ജെംസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഷെറ മാത്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ മാത്സിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടെ 5 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ആ ഒരു 5 രൂപ ടിക്കറ്റ് റേറ്റിൽ നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇരട്ടിയായിട്ട് 10 രൂപയായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ 10 രൂപയാണ് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ആ 10 രൂപ നിങ്ങൾക്ക് 20 രൂപയാക്കി മാറ്റാം, 15, 30 ആക്കാം. ഒക്കെ ഇരട്ടിയാക്കി മാറ്റാനായിട്ട് പറ്റും. 50ൻ്റെ ടിക്കറ്റ് ഉണ്ട്. 50 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ നമുക്ക് വിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ ടിക്കറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് വിൽ ബി നമുക്ക് ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആഹിർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒപ്പോണൻ്റാണ്. നമുക്കിതിൻ്റെ ആൻസർ ജസ്റ്റ് പെട്ടെന്ന് ടാപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ മാത്സ് സ്പീഡായിട്ട് അറിയാമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതൊരാൾക്കും, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും ഈ ഒരു മാത്സ്, അഥവാ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഒരു മാത്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് മേ ബി ഈ ഒരു ഇത്രയും ഡിലേ വരുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെറ ജമ്പും നമുക്കിതുപോലെ ഗെയിം കളിച്ചുകൊണ്ട് ഇതിലും സെയിം ടോക്കൺസ് തന്നെയാണ്. ജസ്റ്റ് 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10 രൂപ എന്നുള്ള ആ ഒരു വിന്നിങ് ചാർജ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതും കൂടി ഒന്ന് ജസ്റ്റ് കളിച്ച് നോക്കാം.
അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരുത്തെ പോലെ തന്നെ നമുക്ക് ഓപ്പോണൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പോണൻറ്റ് വന്നതിന് ശേഷം നമ്മളും ഓപ്പോണൻറ്റും തമ്മിലാണ് കളിക്കുക. ഓപ്പോണൻറ്റ് 5 രൂപ വെക്കും, നമ്മളും 5 രൂപ വെക്കും. അതിനുശേഷം ആ ഒരു 5 രൂപ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓപ്പോണൻറ്റ് കാണാനില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, റീട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോണൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വരെ ഒന്ന് കാണിച്ചു തരാം. ഓപ്പോണൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഈ സാധനം വരുമ്പോൾ, ആ മരത്തിൻ്റെ കഷ്ണം വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ചാടുക. ആ ചാടിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈലാവും. ഓക്കെ, നമ്മൾ എഴുത്തേക്ക് എത്തുന്നതിന് മുന്നേ ചാടണം. ഓക്കെ, ഞാനിവിടെ ചാടി കാണിച്ചു തരാം. ജസ്റ്റ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നമുക്ക് എവിടെയും ടച്ച് ചെയ്യാം കേട്ടോ. മുകളിലൊക്കെ ടച്ച് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പറ്റും, ചാടാനായിട്ട് പറ്റും. ഓക്കെ, ഏകദേശം ഒരു കറക്റ്റിൽ അങ്ങനെ ചാടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഗെയിം കളിച്ചുകൊണ്ടുള്ള ഏണിങ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അത്ര കരുതിയാൽ മതി. ജസ്റ്റ് ടാപ്പ് ചെയ്ത് ആർക്കും, ഏതൊരു കുട്ടികൾക്ക് പോലും, കുട്ടികളൊക്കെ ഇതേപോലത്തെ ഗെയിമുകളൊക്കെ വെറുതെ കളിക്കുന്നുണ്ടാവും. ഇതാ ഞാനിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ടുകൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 50 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കളിച്ച് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ എൻ്റെ വിഡ്രോവൽ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, ഈ ഗെയിമിൽ നിന്ന് വിഡ്രോ ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ വിഡ്രോ അക്കൗണ്ടിലേക്ക് കയറുന്നത് എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം വിഡ്രോ എന്നുള്ള പാസ്ബുക്ക് ഉണ്ട്. ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ ആദ്യം എൻ്റെ UPI അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റെ ദി വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. 51 രൂപയും ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. 51 രൂപയും വിഡ്രോ ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ യെസ് എന്നുള്ള ബട്ടൺ വരും. യെസ് എന്ന ബട്ടൺ വന്നു കഴിഞ്ഞാൽ യുവർ എമൗണ്ട് വിൽ റീച്ച് അക്കൗണ്ട് വിത്തിൻ 20 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. 20 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് കയറും. ഓക്കെ, ആ ഒരു എമൗണ്ടും ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഗെയിമിംഗ് മെത്തേഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെടുത്തി ഏൺ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിനേക്കാൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏൺ ചെയ്യാൻ പറ്റാവുന്ന ആപ്ലിക്കേഷനുമായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തും. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഡെയിലി അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആരും ഈ ഒരു ചാനൽ മിസ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകണ്ട, കാരണം നിങ്ങൾക്കതൊരു ദോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മളുമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഏണിങ്സ് മെത്തേഡുമായിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.